സജിനി സനിൽ. ഞാൻ കോട്ടയം ജില്ലയിലെ വെമ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2022 ജൂലൈ 23 ഉടമ്പടി എടുത്ത ആളാണ്. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധമായ ആൾത്താരയിൽ. ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന 3 പേര്. ഒന്നെൻ്റെ മോളാണ് ആദിത്യ സനിൽ, പിന്നെ എൻ്റെ സഹോദരനാണ് അജേഷ് എന്നാണ് പേര്, പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി ചേച്ചിയാണ് കുഞ്ഞുമോൾ എന്നാണ് പേര്. ആദ്യം എൻ്റെ മകളുടെ തന്നെ സാക്ഷി ഞാൻ പറയാം. ഈ വർഷമാണ് എൻ്റെ മകൾ SLC പരീക്ഷ എഴുതിയത്. ഞാൻ 2 കാര്യമാണ് അമ്മയോട് പറഞ്ഞിരുന്നത്. ഒന്ന്, നല്ല മാർക്കും, പിന്നെ നല്ല ഞാനൊരു സ്കൂൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷനും കിട്ടണം. അപ്പോൾ അമ്മ അത്ഭുതം പ്രവർത്തിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്ക് നല്ല മാർക്കിന് 90% മാർക്ക് കൊടുത്തു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച് ആ സ്കൂളിൽ കിട്ടണമെങ്കിൽ അവൾക്ക് ഫുൾ A+ കിട്ടണമായിരുന്നു, അല്ലെങ്കിൽ ആ സ്കൂളിൽ കിട്ടില്ലായിരുന്നു. അമ്മ അവിടെ ഞങ്ങളെ നന്നായി പരീക്ഷിച്ചു. ഞാൻ വിചാരിച്ചു അമ്മ ഇടപെടും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം ഫുൾ A+ ഇല്ലാത്ത ഒരു കുട്ടിക്കും ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല. ഞങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടായിൽ അവിടെ കൊടുത്തു. പക്ഷേ അവിടെ നിന്ന് വെളി വന്നില്ല, വേറെ സ്കൂളിലാണ് ഇവർക്ക് കിട്ടിയത്. എനിക്ക് അവിടെ തന്നെ വേണമെന്ന് അമ്മയോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. പക്ഷേ അമ്മ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൂതനെ മുന്നേ അയച്ച് ലാസ്റ്റ് ദിവസം തന്നെ ആ വ്യക്തി വഴി അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഞങ്ങളെ വിളിച്ച് ഇവർക്ക് അവിടെ സയൻസ് ഗ്രൂപ്പിൽ തന്നെ അവർക്ക് അഡ്മിഷൻ കൊടുത്ത് അമ്മ ഞങ്ങൾ നല്ല രീതിയിൽ അനുഗ്രഹിച്ചു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് പുറകിൽ നിൽക്കുന്ന കുഞ്ഞുമോൾ എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ കൂട്ടുകാരി ചേച്ചിയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ വരുന്നത് പോകുന്നതെല്ലാം. അപ്പോൾ ചേച്ചിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതായത് മോൾക്ക് വേണ്ടിയിട്ട് മോൾ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അപ്പോൾ ഫീസ് അടയ്ക്കാൻ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഇന്ന് ഫീസ് അടയ്ച്ചെങ്കിൽ മാത്രമേ ആ ചേച്ചിക്ക് കൊച്ചിന് നേഴ്സിങ്ങിൻ്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഒരു 3 ദിവസം മുമ്പ് എന്നോട് വിളിച്ച് പറഞ്ഞു, സജിനി നന്നായി പ്രാർത്ഥിക്കണം, അല്ലേ കൊച്ചിന് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം എൻ്റെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരന് ഒരുപാട് ബില്ലുകൾ, ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം ബില്ല് പുള്ളിക്കാരന് മാറി കിട്ടാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ തീരെ ഗതികെട്ടൊരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങളും. അപ്പോൾ എനിക്ക് സഹായിക്കാം പറയാനൊരു വാക്ക് പോലും ചേച്ചിയോട് പറ്റുമായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാം, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചേച്ചി വളരെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം കൊച്ചിൻ്റെ ഭാവി പ്രശ്നമാണ്. അപ്പം ഞാൻ ചേച്ചി അന്ന് രാവിലെ പൈസ വേണ്ട, അന്ന് രാവിലെ ഞാൻ നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ മുട്ടിപ്പായിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ആ ചേച്ചിയെ ഒത്തിരി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഇത്രയും എൻ്റെ ഭർത്താവിന് ബില്ല് മാറി കിട്ടാനുണ്ട് എങ്കിൽ പോലും ആ ചേച്ചിക്ക് കൊടുക്കാനുള്ള ആ തുക മാത്രം, എത്ര രൂപയാണോ വേണ്ടത് ആ തുക മാത്രം എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് ഞാൻ കൊടുത്ത ചേച്ചി സഹായിച്ചാനല്ലോ അമ്മയെന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു 5:45 സമയമായിട്ടുണ്ടാവും. വീണ്ടും ഞാൻ വന്ന് ഞങ്ങളുടെ മുറിയിലെ ആ ഗ്രോട്ടോടെ മുന്നിൽ നിന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അമ്മ കൈവിടല്ലേ, ചേച്ചീനെ ഉപേക്ഷിക്കരുത്, ചേച്ചിക്ക് വേറെ ഒരു വഴിയുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു 6 മണി സമയമായപ്പോൾ എൻ്റെ ഭർത്താവ് ഫോണെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 15 ലക്ഷം രൂപയുടെ ബില്ല് മാറി അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്നു, മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ നിമിഷം തന്നെ ആ ചേച്ചി പള്ളിയിൽ പോയിട്ട് വന്ന സമയം ഞാൻ വിളിച്ചു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി പൈസ ആരെങ്കിലും തന്നോന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല മോനെ എനിക്ക് ആരും തന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ആരോടും ചോദിക്കേണ്ട, ചേച്ചിക്കുള്ള പൈസ മാതാവ് ഇടപെട്ട് തന്നിട്ടുണ്ട്, ചേച്ചിക്ക് ഇപ്പം തന്നെ ഞാൻ പൈസ അങ്ങോട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഇട്ട് തന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് പൈസ ഇട്ട് കൊടുക്കാൻ സാധിച്ചു. അതിലുപരി അന്ന് മാറി കിട്ടാനുള്ള സർവ്വ ബില്ലുകളും എത്ര ലക്ഷം രൂപയാണോ മാറിക്കിട്ടാൻ മുറങ്ങിക്കിടന്നിരുന്ന ആ ബില്ലുകൾ മൊത്തം എൻ്റെ ഭർത്താവിന് അന്ന് 3 മണിക്കകം മാറിക്കിട്ടി. വലിയൊരു അനുഗ്രഹം അമ്മ തിരുക്കുമാരൻ തന്ന് ഞങ്ങളെ സഹായിച്ചു. പിന്നീട് ഇതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് വാട്ടർ അതോറിറ്റിയുടെ ഒരു ലൈസൻസ് പുതുക്കി കിട്ടാൻ, അത് വലിയ കാര്യമൊന്നുമില്ല പുതുക്കി കിട്ടാനായിട്ട്, പക്ഷേ അവർ 100 കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ അത് പുതുക്കി കിട്ടണമെങ്കിൽ അവർ 100 ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പണിയെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അമ്മയോട് ഇടപെട്ട് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് മാത്രമേ അവരോട് ഇടപെട്ട് പറയാൻ പറ്റുള്ളൂ, അമ്മ ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ അവരത് നിമിഷ നേരം കൊണ്ട് തന്നെ ആ ബില്ല് ആ പുതുക്കി തന്നെ ആ ചേട്ടയുടെ കയ്യിൽ ലൈസൻസ് പുതുക്കി മാറിക്കൊടുത്തു. പിന്നെ എൻ്റെ ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരൻ അജേഷ് എന്നാണ് പേര്. ഒരു തികഞ്ഞ മദ്യപാനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം തികഞ്ഞ മദ്യപാനി എന്ന് പറഞ്ഞാൽ ഓട്ടോ ഓടിക്കുവാണ്. ഒരു അമ്മയും ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമാണ്. പക്ഷേ മദ്യപിച്ചാലും ഒരു വഴക്കോ ബഹളമോ ഒന്നും ഇല്ലെങ്കിൽ പോലും മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്. ഇങ്ങനെ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ആകെ ബുദ്ധിമുട്ടായിരുന്നു. കൂടുതൽ പറയാനായിട്ട് എൻ്റെ സഹോദരൻ്റെ തന്നെ ഞാൻ കൊടുക്കാം. ആദ്യം തന്നെ എന്നെ ഇവിടെ മാതാവ് എത്തിച്ചു എന്നുള്ളതാണ് സത്യം.
എൻ്റെ പേര് അജേഷ്, ഡ്രൈവറാണ്. ഞാനൊരു തികഞ്ഞ മദ്യപാനി തന്നെയായിരുന്നു. ഒരു 20 വർഷക്കാലത്തോളമായി ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. കുടുംബച്ചെലവുകൾ നടന്നു പോകും എങ്കിലും എൻ്റെ സ്ഥിരമായിട്ടുള്ള മദ്യപാനം ഒരു പ്രശ്നമായിരുന്നു. എന്നും രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ന് വേണ്ട എന്ന് തോന്നും. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ എങ്ങനെയോ എന്നെ അതിലോട്ട് തിരിച്ചു കൊണ്ടുപോയി എന്ന് വേണം പറയാം. അങ്ങനെ എൻ്റെ മദ്യപാനം സഹിക്കുക വയ്യാതെ എൻ്റെ ഭാര്യയും അമ്മയും എൻ്റെ സഹോദരിയും മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സഹോദരി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം ഞാൻ വരുന്നത് അവളെന്നും കാണുന്നതുമാണ്. അങ്ങനെ കുറേ കാലം ഞാൻ കൃപാസനത്തിൽ വരാം എന്ന് പറയും, പക്ഷെ വരില്ല. അങ്ങനെ മാതാവിൻ്റെ ജപമാല റാലിക്ക് വരാം എന്നുദ്ദേശിച്ചു. ഞാൻ അവളോട് പോകാം എന്ന് വാക്ക് പറഞ്ഞു. അന്നും ഇതുപോലെ പതിവ് പോലെ എനിക്ക് വരാൻ സാധിച്ചില്ല. അന്ന് ഞാൻ വരാത്തതിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ടായി. മാത്രമല്ല, അന്ന് ഞാൻ പോകാതെ വീട്ടിലിരുന്ന സമയത്ത് എൻ്റെ മദ്യപാനത്തിൻ്റെ കാഠിന്യം മൂലം എനിക്കന്ന് ഉച്ചയായപ്പോൾ ഫിറ്റ്സ് ഉണ്ടായി. ഞാൻ വീഴുകയും എൻ്റെ തലയ്ക്ക് ഒരു 6 സ്റ്റിച്ച് ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ അന്ന് ഞാൻ മദ്യപിച്ചില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോൾ എനിക്ക് വീണ്ടും യസവും പിന്നീടുണ്ടായി. അപ്പോൾ എൻ്റെ സഹോദരി തന്നെ മാതാവിൻ്റെ അടുത്ത് 24 ഡിസംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളോട് വന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് തൊട്ട് ഇന്നേ വരെ ഈ മദ്യപാനം എന്ന് പറഞ്ഞ കൊടും വിപത്ത് എന്നിൽ നിന്നും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിടിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഇങ്ങനെ അനുഗ്രഹം ഉണ്ടായിട്ടില്ല. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അത് ഉണ്ടായതാണ്. എൻ്റെ സഹോദരിയുടെ പ്രാർത്ഥനയും മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. മദ്യപാനം എന്ന കൊടും വിഷം എന്ന് പറഞ്ഞാൽ കൊടും വിഷം, ഈ വിപത്തിൽ നിന്ന് മാതാവ് എന്നെ കരകയറ്റി. ഇതോടൊപ്പം ഞാൻ മാതാവിനോട് 1000 കോടാനുകോടി നന്ദി പറയുന്നു. അതുമാത്രമല്ല, ഈ മാതാവിൻ്റെ ഈ തിരുസന്നിധിയിൽ നിന്നോട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ മദ്യം എന്ന കൊടും വിഷം ഇനി കഴിക്കില്ല എന്ന് ഞാൻ ഇവിടെ മാതാവിന് മുന്നിൽ വെച്ച് ഞാൻ ശപഥം ചെയ്യുന്നു. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ജോലി സമയത്ത് എൻ്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അന്യസംസ്ഥാനക്കാരായ 2 തൊഴിലാളികൾ എൻ്റെ വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ വണ്ടിക്കുള്ളിൽ കയറ്റാൻ പറ്റാത്ത മദ്യത്തിന് സമാനമായൊരു സാധനം ഞാൻ അറിയാതെ വാഹനത്തിൽ ഉള്ളിൽ കയറ്റി വയ്ക്കുകയും അതറിഞ്ഞ് എക്സൈസ് അധികാരികൾ എന്നെ പിടികൂടുകയും എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. ഞാൻ അന്ന് മദ്യപിക്കുന്ന ആളുമല്ലായിരുന്നു. എങ്കിൽ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നെ എങ്ങനെയും ഇതിൽ നിന്ന് കരക്കയറ്റണമേ എന്ന് ഞാൻ മാതാവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ എക്സൈസ് അധികാരികളുടെ അടുക്കൽ ഞാൻ നിന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അവരുടെ മേലധികാരികൾ വന്നു കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്നെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്തു. മാതാവിനോട് കോടാനുകോടി 1000 നന്ദി ഇതിനോടൊപ്പം ഞാൻ പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയുണ്ട്. കൂടാതെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, അവിടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഞാൻ പോകും. അവിടെ ചെന്ന് അവരോട് സംസാരിക്കും. പിന്നെ അവരുടെ മുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി അവരുടെ ബാത്റൂം എല്ലാം കഴുകി കൊടുക്കും. അവർക്ക് ഒരു മാസത്തിലൊന്ന് അവർക്ക് ഭക്ഷണത്തിന് വേണ്ട ഒരു തുക ഉണ്ട്. ആ തുക ഞങ്ങൾ കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും. മെഡിക്കൽ കോളേജ് വഴി ഞങ്ങൾ പത്രങ്ങൾ കൊണ്ട് കൊടുക്കും. കാശുരൂപവും കൂടെ കൊണ്ടുപോകും. ഉപ്പും തേനും കൊണ്ടുപോകും. ആവശ്യക്കാർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി പത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മോളുടെ കുഞ്ഞ് ഇവിടെ പ്രസവം കഴിഞ്ഞുള്ളൂ. മോളുടെ കുഞ്ഞ് ഇനി സ്കാനിങ് വേണമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഇതിന് മാത്രമുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഇവരെന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഈ പത്രത്തിലുള്ള മാതാവിനെ കണ്ടോ? ഈ മാതാവിനെ ഒന്ന് കണ്ട് അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞില്ലേ, അമ്മച്ചി അത് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുക അമ്മച്ചി എന്നപ്പോൾ എനിക്ക് തോന്നി അമ്മച്ചി എന്തോ പൈസയ്ക്ക് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിരുന്ന ഒരു ചെറിയ തുക ഞാൻ അമ്മച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ആകില്ലെന്ന് എനിക്കറിയാം, എങ്കിലും അമ്മച്ചി ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഒന്ന് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ഈ വരുന്ന വഴിക്ക് ഏതെങ്കിലും റോഡ് സൈഡിൽ കിടന്ന് ഒരു 50 രൂപയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് മോളെ ഞാൻ വന്നത്. എനിക്കിതൊരു വലിയ തുകയാണ്, അതുകൊണ്ട് ഇത് തരാൻ മോൾക്ക് മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിച്ച് തലേ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അതൊരു നല്ലൊരു അനുഗ്രഹമാണ്. ഇത്രയും നന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.